വിശുദ്ധ ബൈബിളിൽ ഇസ്രയേലിനെ കുറിച്ചൊരു വചനമുണ്ട്. നിയമവർത്തനം 7:6 ഇങ്ങനെ പറയുന്നു: നിങ്ങളുടെ ദൈവമായ കർത്താവിന് നിങ്ങൾ വിശുദ്ധ ജനമാണ്. ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിൽ നിന്നും തൻ്റെ സ്വന്തം ജനമാകേണ്ടതിന് അവിടുന്ന് നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. നിങ്ങൾ മറ്റെല്ലാ ജനതകളെക്കാൾ അനുഗ്രഹീതരായിരിക്കുമെന്നും വചനം പറയുന്നു. ഒന്നിനു പുറകെ ഒന്നൊന്നായി ഇസ്ലാമിസ്റ്റ് രാജ്യങ്ങൾ വളഞ്ഞിട്ട് ആക്രമിച്ചിട്ടും ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നും ദൈവം മോചിപ്പിച്ചു കാനാൻ ദേശം അവകാശമായി നൽകിയ ഇസ്രയേൽ ജനത തന്റെ ജൈത്രയാത്ര അക്ഷീണം തുടരുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട ഈ ജനത വാഗ്ദത്ത ഭൂമിയിൽ ആരുടെ മുന്നിലും തലകുനിക്കാതെ സധൈര്യം മുന്നോട്ട് തന്നെ. മറ്റൊരു സമ്പൂർണ്ണ യുദ്ധം ആഗ്രഹിക്കുന്നില്ലെന്ന് ഇസ്രയേൽ ഹിസ്ബുള്ള നേതാക്കൾ പറയുമ്പോൾ തന്നെ യുദ്ധത്തിന് തങ്ങൾ തയ്യാറാണെന്ന് ഇരുവിഭാഗവും പറയാതെ പറയുന്നുണ്ട്. ഇതിനോടകം അസ്വസ്ഥമായ ഹിസ്ബുള്ള മുറിവേറ്റ സിംഹത്തെ പോലെ കുതിക്കുമോ എന്ന ആശങ്കയിലാണ് ലോകരാജ്യങ്ങൾ. ഹിസ്ബുള്ളയുമായുള്ള ഏറ്റുമുട്ടലിൽ ഇസ്രയേൽ പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് ഇന്ന് വ്യക്തമാക്കിയിട്ടുമുണ്ട്. വിഭവങ്ങൾ, ഊർജം, മറ്റു ശക്തികൾ എന്നിവ പുനർനിർമ്മിച്ചുകൊണ്ട് ഇസ്രയേൽ വടക്കോട്ട് മാറുകയാണ് എന്നാണ് യോവ് ഗാലന്റ് മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്. ഞങ്ങൾ യുദ്ധത്തിൽ ഒരു പുതിയ ഘട്ടത്തിന്റെ തുടക്കത്തിലാണ്. ഇതിന് ധൈര്യവും നിശ്ചയദാർഢ്യവും സ്ഥിരോത്സാഹവും ആവശ്യമാണെന്നാണ് ഗാലന്റെ വാക്കുകൾ. വടക്കൻ കമ്മ്യൂണിറ്റികളിലെ താമസക്കാരെ സുരക്ഷിതമായി അവരുടെ വീടുകളിലേക്ക് തിരികെ കൊണ്ടുവരിക എന്നതാണ് ലക്ഷ്യമെന്നും അദ്ദേഹം അതോടൊപ്പം തന്നെ കൂട്ടിച്ചേർത്തിട്ടുമുണ്ട്. ഒരു വശത്ത് പലസ്തീൻ ഹമാസ് ഭീകരരുമായി ഏറ്റുമുട്ടുമ്പോൾ തന്നെ പതിയിരുന്ന് ശത്രുവിന്റെ കൂട്ടാളികളെ കുരുക്കിട്ട് പിടിച്ച് കൂട്ടിലാക്കാനും ഇസ്രയേൽ മറന്നിട്ടില്ല എന്നത് മറ്റൊരു സത്യം. ലെബനനിൽ പതിയിരുന്ന് ഹിസ്ബുള്ളയെ വധിച്ചതുപോലെ സർവ്വസുരക്ഷാ സന്നാഹങ്ങളും ഭേദിച്ച് ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ നടത്തിയ ആക്രമണങ്ങളും തെല്ലൊന്നുമല്ല ശത്രുക്കളെ അസ്വസ്ഥരാക്കിയത്. ഒരു ശത്രുവിന്റെ മുന്നിലും മുട്ടുമടക്കാതെ ഇസ്രയേൽ ഇപ്പോഴും തന്റെ യാത്ര തുടരുമ്പോൾ ലോകരാഷ്ട്രങ്ങൾ ഇരുചേരിയായി തിരിഞ്ഞ് യുദ്ധം പ്രഖ്യാപിക്കുമോ എന്ന ആശങ്കയിലുമാണ് പല രാജ്യങ്ങളും. ഗാസയിലും ലെബനനുമായുള്ള വടക്കൻ അതിർത്തിയിലെ രണ്ട് മുന്നണികളിൽ നിന്ന് യുദ്ധം ചെയ്യാൻ തയ്യാറാണെന്ന് ഇസ്രയേൽ സൈന്യം വ്യക്തമാക്കിയതോടെ ലെബനനുമായുള്ള ഒരു തുറന്ന യുദ്ധത്തിലേക്ക് ഇസ്രയേൽ കടക്കുമെന്ന സൂചനയും പുറത്തു വരുന്നുണ്ട്. എന്നാൽ ഹമാസിനെ പോലെയുള്ള ഒരു എതിരാളിയല്ല ഹിസ്ബുള്ള. ഹിസ്ബുള്ളയുടെ കൈവശം ഏകദേശം 1.5 ലക്ഷത്തോളം റോക്കറ്റുകളുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ചില മിസൈലുകൾ ഇസ്രയേലിൽ എത്തിച്ചേരാൻ പ്രാപ്തമായവയുമാണ്. സിറിയൻ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുള്ള ഇവർ ഹമാസിന്റെ പോരാളികളെക്കാൾ മികച്ച പരിശീലനം ലഭിച്ചവരും യുദ്ധത്തിന് സജ്ജരുമാണ് എന്നതാണ് ഇസ്രയേൽ ഹിസ്ബുള്ള യുദ്ധം ഭീകരമാകാൻ പോകുന്നതിന്റെ സൂചന. തുടരെയുള്ള പേജർ ആക്രമണവും വോക്കി ടോക്കി സ്ഫോടനങ്ങളും ഇസ്ലാമിസ്റ്റ് ഭീകരരെ അസ്വസ്ഥമാക്കിയെന്നതിൽ സംശയമില്ല. ഇസ്രയേൽ ഹമാസ് യുദ്ധം ഇസ്രയേൽ ഹിസ്ബുള്ള യുദ്ധമാകുവാനുള്ള കോപ്പുകൂട്ടലുകളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ വധഭീഷണിയടക്കം ഉയർന്നിട്ടുണ്ടെങ്കിലും സകല ശക്തികൾക്കും മുന്നിൽ ഇസ്രയേൽ തന്റെ വിജയയാത്ര സധൈര്യം തുടരുമെന്നതിൽ തർക്കമില്ല.